ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു SCRT സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ലോക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 10ാം ക്ലാസ്സിൽ വരുന്ന പാഠമാണ്. 10ാം ക്ലാസ്സിൽ വരുന്ന ഒന്നാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു പാഠം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പാഠഭാഗത്തിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ചാർട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കിവിടെ 5 വിപ്ലവങ്ങളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവം, പിന്നെ അതേപോലെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. അപ്പോൾ എന്നിങ്ങനെ 5 വിപ്ലവങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തിനെതിരെയായിരുന്നു? ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരെയായിരുന്നു. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേര് ഇപ്പോൾ പരീക്ഷകളിൽ സ്ഥിരം ഇത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കി വരുന്ന കാര്യങ്ങൾ, അതായത് ഓരോ വിപ്ലവവും എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം പഠിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ് മൊത്തം കഴിഞ്ഞിട്ട്, അതായത് പാഠം മൊത്തവും പഠിപ്പിച്ച് തീർത്തതിന് ശേഷം ആ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് നമുക്ക് വരാം. ഓക്കെ, പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള, റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും SCRT പാഠഭാഗങ്ങൾക്ക് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം പാഠം തുടങ്ങുമ്പോൾ തന്നെ കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള ചില വരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാം. ഒന്നില്ലെങ്കിൽ ഈ ഒരു വരികൾ തന്നിട്ട് ഇത് ആരുടെ കവിതയാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഏത് കവിതയിൽ നിന്നുള്ളതാണ് എന്ന് ചോദിക്കാം. ഇനി അതല്ല, മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഒരു ഉദ്ബോധനം എന്ന കവിത എഴുതിയത് ആര് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ വരികൾ ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. നമ്മൾ കേട്ടിട്ടുള്ള വരികളാണ് അല്ലേ? അപ്പം അത് കുമാരനാശാന്റെ വരികളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ജ്ഞാനോദയം എന്ന ഒരു പ്രസ്ഥാനത്തിനെ പറ്റിയാണ്. ഞാനൊന്ന് വായിക്കാം. യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന ഒരു മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നോക്കിക്കേ, 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. ഏത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? അപ്പോൾ ഇത് രൂപം നൽകിയ വ്യക്തി ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പോൾ അവിടെ പഠിച്ചു വെച്ചേക്കുക, രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. ജെയിംസ് ഓട്ടിസ് ആണ് ഈ വാക്യത്തിന് രൂപം നൽകിയത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ
കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ വരാട്ടോ. എത്ര കോളനികളാണ്? 13 കോളനികളാണ് സ്ഥാപിച്ചത്. ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും പേര്. ആ 13 കോളനികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അത് എടുത്ത് പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചു നോക്കുന്ന സമയത്ത് അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികളാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അമേരിക്കയിലെ കുടിയേറ്റം എന്ന് പറഞ്ഞ ചെറിയൊരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. അപ്പം എന്താണ്? 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ വ്യക്തി ആരായിരുന്നു? ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി എന്താണ്, ഇന്ത്യക്കാരെന്ന് കരുതിയാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് എന്താണ്? റെഡ് ഇന്ത്യൻസ് എന്നാണ് ഇവര് അറിയപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. സോ അമേരിക്കയിൽ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെട്ടു. അപ്പം അതും ഓർത്തു വെച്ചോണേ, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇവരറിയപ്പെട്ടത് തീർത്ഥാടക പിതാക്കൾ എന്നാണ്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. അപ്പോൾ അവിടെ പഠിക്കേണ്ട കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റലിസം എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്? മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം എന്ന് അറിയപ്പെടുന്നത്. മെർക്കന്റലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പാക്കി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും വേണ്ട പോയിന്റുകൾ മാത്രം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടായിരുന്നു ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഇതിപ്പം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതാണ്. മാത്രമല്ല ഇതൊരു കഥ പോലെ പഠിച്ചു പോകുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് നോക്കിക്കൊള്ളുക. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതായിരുന്നു ഒന്നാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. അതേപോലെ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നുള്ള ഒരു നിയമം കൂടി ഉണ്ടായിരുന്നു. പിന്നെയോ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിച്ചിരിക്കണം. അതേപോലെ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. പിന്നെ അടുത്ത എന്താണ്? കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പൊ ഇതൊക്കെയാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ വരുന്നത്. പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളല്ലാത്തത് ഏത് എന്നുള്ളത് ആ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം മെയിനായിട്ട് 5 നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്നെന്തായിരുന്നു? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കപ്പലുകളിലായിരിക്കണം, അല്ലെങ്കിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിൽ മാത്രമായിരിക്കണം. ഇനി കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന പഞ്ചസാര, പരുത്തി, പുകയില, കമ്പിളി പോലെയുള്ളവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അതേപോലെ
കോളനികളിലുള്ളവരുടെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, അവിടെയുള്ള വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിച്ചതായിരിക്കണം. പിന്നെന്താണ്, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാർ നിലനിർത്തിയിട്ടുള്ള സൈന്യമുണ്ട്. ഈ സൈന്യത്തിലുള്ളവർക്ക് താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ഒക്കെ നൽകുക എന്നുള്ളത് കോളനിക്കാരുടെ ഉത്തരവാദിത്തമായിരുന്നു. അതേപോലെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന തേയില, ഗ്ലാസ്, കടലാസ് പോലെയുള്ളവയ്ക്ക് ഇറക്കുമതി ചുങ്കവും ഇവർ നൽകേണ്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ. അപ്പോൾ അടുത്ത് നോക്കാം, ബോസ്റ്റൺ ടീ പാർട്ടി. നോക്കിക്കൊള്ളുക, ഇത് പരീക്ഷയ്ക്ക് ഒരു തവണ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത്, ഒന്ന്, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്? 1773 ഡിസംബർ 16 എന്നാണ്. 1773 ഡിസംബർ 16. 342 പെട്ടി തേയിലയായിരുന്നു കടലിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക. ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത്, ഇംഗ്ലീഷുകാരുടെ ഈ ഒരു ചൂഷണ നിയമങ്ങൾക്കൊക്കെ എതിരായിട്ട് പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ആ ചിന്തകൾ കൊണ്ടുവന്നത് ആരൊക്കെയാണെന്നും എന്താണ് അവർ പറഞ്ഞതെന്നും നോക്കാം. ആദ്യത്തേത് ജോൺ ലോക്കിന്റെ ആണേ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. സോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്കാണ്. അടുത്തത് തോമസ് പെയിൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വച്ചേക്കുക. ജോൺ ലോക്ക് എന്താണ് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. തോമസ് പെയിൻ പറഞ്ഞത് എന്താണ്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര, വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടുകാരെയാണ്, ഈ വൻകര എന്നത് ഉദ്ദേശിക്കുന്നത് വടക്കേ അമേരിക്കക്കാരെയാണ്. ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കാം. വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ, ഇപ്പൊ ജോർജിയ ഒഴികെയാണ് എന്നുള്ള കാര്യം ഓർക്കണേ. ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് വർഷം ഏതാണ്? 1774. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ്? 1773 ഡിസംബർ 16 നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് അടുത്ത വർഷമാണ്. പിന്നെ ഇത് എവിടെയാണ് ഇവർ സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിലാണെന്ന് ഓർക്കുക. ജോർജിയ ഒഴികെയുള്ള കോളനികളായിരുന്നു എന്നും ഓർക്കുക. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തു. സോ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് തൊട്ടടുത്ത വർഷമാണ്, 1775 എവിടെ വെച്ചിട്ട് തന്നെയാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ്. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിംഗ്ടൺ എന്താണ്? ആ ഒരു സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. അതായത് എന്താണ്? ഈ സമയത്ത് ആരാണ്
തോമസ് പെയിൻ ആണ്. അദ്ദേഹത്തിന്റെ ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ്. എന്താണ്? കോമൺ സെൻസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലഘുലേഖയുടെ പേര്. അപ്പോൾ അതിലൂടെ അദ്ദേഹം പറഞ്ഞു എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുക എന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി. ഇനി 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പൊ എന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? 1776 ജൂലൈ 4 അപ്പൊ നോക്കിക്കേ, നമ്മളിവിടെ ആ ഒരു ഇയർ ഓർഡറിൽ ഒന്ന് പഠിച്ചു പോവാവുന്നതേ ഉള്ളൂ അല്ലെ. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. പിന്നെ 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നത്. സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസും ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. 1775 ഈ ഒരു സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് ജോർജ് വാഷിംഗ്ടൺ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ ഈ സമയത്തായിരുന്നു തോമസ് പെയിൻ കോമൺ സെൻസ് എന്നുള്ള ഒരു ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ ഓർത്തു വച്ചേക്കുക, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇവരാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയവരെന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി ബാക്കി നോക്കാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. എന്നാണ്? 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ 1783 പാരീസ് ഉടമ്പടി നടന്നത് എന്ന് ഓർക്കുക. നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് ഒരു പാരീസ് ഉടമ്പടി വരുന്നുണ്ട് കേട്ടോ. അതും ഇതും തമ്മിൽ വേറെയാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പൊ ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. ഇനി പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആരാണ് ആദ്യ പ്രസിഡന്റ്? ജോർജ് വാഷിംഗ്ടൺ ആണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാം കേട്ടോ. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? അമേരിക്കയുടെയാണ്. അമേരിക്കയുടെയാണ്. ഇനി ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? അത് നമ്മുടെ ഇന്ത്യയുടെയാണ്. അപ്പൊ ആ 2 പോയിന്റും കൂടി ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കും കേട്ടോ. അതേപോലെ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്ത് നൽകി. സോ ഫെഡറൽ രാഷ്ട്രം അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം എന്ന ഒരാശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്ക അല്ലെങ്കിൽ USA നിന്നാണെന്ന് ഓർക്കുക. അപ്പോൾ ഓക്കെ അല്ലെ? അമേരിക്കൻ വിപ്ലവവുമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാര്യം ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരുപാട് ലോങ് ആയി പോകും ക്ലാസ്. അടുത്തായിട്ട് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന കോട്ട് പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലൂയി 15 പിന്നെ മേരി ആന്റോയിനറ്റ്, അതേപോലെ ലൂയി 14 ഓരോരുത്തരുടെയും നോക്കാം. ആദ്യം ഞാനാണ് രാഷ്ട്രം ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആര് എന്ന് ഒരു തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ലൂയി 14 കേട്ടോ. അടുത്ത് നോക്കാം. രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്.
അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞതും ആരാണ്? ലൂയി 14 സോ ലൂയി 14 പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ലൂയി 15 വാക്കായിരുന്നു എനിക്ക് ശേഷം പ്രളയം. സോ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 അടുത്തത്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആന്റോയിനറ്റ് ആണ്. മേരി ആന്റോയിനറ്റ് ആണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3 കോട്ടുകളും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഇനി നോക്കാം. ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് മുകളിൽ നമ്മൾ വായിച്ചല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കാം. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. 3 തട്ടുകളാണ്. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. അവ എന്താണ് അറിയപ്പെട്ടത്? എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. 3 എസ്റ്റേറ്റുകളായാണ് വിഭജിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ എസ്റ്റേറ്റുകളെ പറ്റി പലതവണ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കണ്ടോ, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. പുരോഹിതന്മാര്. രണ്ടാമത്തതിലാണെങ്കിൽ പ്രഭുക്കന്മാർ. മൂന്നാമത്തതിലായിരുന്നു കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, അതേപോലെ കർഷകര്, കൈത്തൊഴിലുകാർ, ഇതൊക്കെ അടങ്ങിയത് 3ാമത്തെ എസ്റ്റേറ്റിലാണ്. സോ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എന്താണ്? പുരോഹിതന്മാരായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ? ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവര് ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. പിന്നെ കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ കർഷകരിൽ നിന്നും പിരിച്ച നികുതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തിതേ എന്ന പേരിലുള്ള നികുതിയാണ് കേട്ടോ പിരിച്ചത്. അതേപോലെ എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരായിരുന്നു ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത്. പിന്നെയോ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അപ്പൊ 4 പോയിന്റുകളാണ് അവിടെ പഠിക്കേണ്ടത്. എന്തൊക്കെയാണ്? ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു, കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരുള്ള നികുതി പിരിച്ചു, എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു, ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിലെ നോക്കിക്കേ. സൈനിക സേവനം നടത്തിയവര് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പെട്ടവരാണ്. അതേപോലെ തന്നെ കർഷകരിൽ നിന്ന് പലതരം നികുതി അവരും പിരിച്ചു. പിന്നെ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവർ. അതേപോലെ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. അപ്പൊ രണ്ടാമത്തെ എസ്റ്റേറ്റുകാർക്കും നികുതി കൊടുക്കണ്ട, ഒന്നാമത്തെ എസ്റ്റേറ്റുകാർക്കും എന്താണ്? നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല. പിന്നെയോ ആഡംബര ജീവിതം നയിച്ചു, വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. അപ്പോൾ രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സൈനിക സേവനം നടത്തി, കർഷകരിൽ നിന്ന് പലതരം നികുതി പിരിച്ചു, വേതനം നൽകാത്ത കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു, നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു, ആഡംബര ജീവിതം നയിച്ചു, വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു എന്താണ്? മധ്യവർഗമാണ് അല്ലെ. കച്ചവടക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, അഭിഭാഷകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അധ്യാപകരുണ്ട്, ബാങ്കർമാരുണ്ട്, ഇവരൊക്കെ അടങ്ങിയ ഒരു മധ്യവർഗമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതേപോലെ കർഷകരും കൈത്തൊഴിലുകാരും ഒക്കെ ഇതിലായിരുന്നു അടങ്ങിയിട്ടുള്ളത്. ഇവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഭരണത്തിൽ ഇവർക്ക് യാതൊരുവിധ അവകാശവുമില്ല. അതേപോലെ തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. അപ്പൊ ആ 2 നികുതികളെ പറ്റി നമ്മളിവിടെ പറഞ്ഞു. ഒന്നാമത് എന്താണ്? തൈലേ എന്ന നികുതി. അതെന്താണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ സർക്കാരിന് നൽകേണ്ട നികുതിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ നികുതി ഏതാണ്? തിഥേ എന്ന നികുതിയാണ്. അതെന്താണ്? കർഷകരിൽ നിന്നും ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവര് പിരിച്ച നികുതിയാണ് തിഥേ എന്ന നികുതി. തൈലേ എന്ന നികുതി എന്താണ്? കർഷകര് സർക്കാരിന്, അല്ലെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ സർക്കാരിന് കൊടുക്കേണ്ട ഒരു ഭൂനികുതിയാണ് തൈലേ. അടുത്തത് താഴ്ന്ന സാമൂഹ്യ പദവിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പ്രഭുക്കന്മാരും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന പ്രഭുക്കന്മാരും ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന പുരോഹിതന്മാരും എന്താണ്? നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല അല്ലെ. എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവര് ഇവർക്ക്, അതായത് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകേണ്ടി വന്നു. അപ്പൊ 3 എസ്റ്റേറ്റുകളാണ്. ഇതിൽ ആരൊക്കെയാണ് അടങ്ങുന്നത്, അതേപോലെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ അല്ലെ. അപ്പൊ ഫ്രഞ്ചിന്റെ അത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം.
ഇനി അടുത്ത് നോക്കാം. ഇത് കണ്ടോ, അപ്പോൾ ഇവർ പറഞ്ഞ ഇവരുടെ ഒരു എന്താ പറയുക, ഇവരുടെ ആശയങ്ങളെ പറ്റിയാണ് നമ്മുടെ SCRT പറയുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടവർ ആര് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആശയം തന്നിട്ട് ഇത് ആരുടെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. വോൾട്ടെയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. അതേപോലെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ 2 പോയിന്റാണ് വോൾട്ടെയറിന്റെ അവിടെ പഠിക്കേണ്ടത്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത റൂസോയിനെ പറ്റി നോക്കാം. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചെങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ഈ ഒരു പ്രസ്താവന ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആര് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? റൂസോയാണ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. അതേപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? റൂസോയാണ്. ഓക്കെ, അപ്പൊ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചത് വോൾട്ടെയർ ആണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചതും വോൾട്ടെയർ ആണ്. റൂസോയെ പറ്റി എന്താ നമ്മൾ പറഞ്ഞത്? ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. പിന്നെയോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചെങ്ങലയിലാണ് എന്ന വാക്കുകൾ ആരുടെയാണ്? റൂസോയുടെയാണ്. അടുത്തതാണ് മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് മൊണ്ടസ്ക്യൂ. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച വ്യക്തിമാരാണ് മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ മൊണ്ടസ്ക്യൂവിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഈ രണ്ടാമത് പറയുന്നത്. അതായത് ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ചു. അപ്പോൾ അടുത്ത് നോക്കിക്കേ, 3ാം എസ്റ്റേറ്റ് മുന്നേറുന്നു. അപ്പം ഞാനിത് കംപ്ലീറ്റ് അതിൻ്റെ പാരഗ്രാഫ് വായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു കഥ പോലെ ഇത് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നോക്കാം. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടി. അപ്പം സ്റ്റേറ്റ്സ് ജനറൽ എന്നുള്ളത് എന്താണ്? ഒരു ജനപ്രതിനിധി സഭയാണ് എന്ന് ഓർക്കുക. ആരാണ് വിളിച്ചു കൂട്ടിയത്? ലൂയി 16 ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ്സ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട 3ാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം. സോ 3ാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? കോമൺസ് എന്നുള്ളതാണ്. എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കും കേട്ടോ. ഇനി വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അത് ആരാണ് പ്രഖ്യാപിച്ചത്? 3ാമത്തെ എസ്റ്റേറ്റുകാരാണ്. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഇനി തുടർന്നുള്ള സംഭവങ്ങൾ താഴെ ഒരു ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ ഓർക്കുക കേട്ടോ. ഈ സ്റ്റേറ്റ്സ് ജനറലിൽ 1ാമത്തെ എസ്റ്റേറ്റിൽ നിന്നും 285 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 2ാമത്തതിൽ നിന്നും 308 ഉണ്ടായിരുന്നു. 3ാമത്തതിൽ നിന്ന് 621 ഉണ്ടായിരുന്നു. അപ്പൊ കമ്പാരിറ്റീവ്ലി എന്താണ്? ആളുകളുടെ എണ്ണത്തിൽ ആരായിരുന്നു കൂടുതൽ?
അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് 285, രണ്ടാമത്തതിൽ നിന്ന് 308, മൂന്നാമത്തതിൽ നിന്ന് 621. ഓക്കെ, ഇനി ഈ ഒരു ചാർട്ട് നോക്കിക്കോ. 1789 ജൂലൈ 14, വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1789 ആ ഒരു വർഷത്തിൽ തന്നെ നടക്കുന്ന 3 സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ജൂലൈ 14 നോക്കിക്കോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. സോ ബാസ്റ്റിൽ ജയിൽ തകർത്തത് 1789 ജൂലൈ 14 എന്നോർത്തേക്കുക. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. അടുത്തത് 1789 ആഗസ്റ്റ് 12 കേട്ടോ. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. സോ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് എന്നാണ്? 1789. 1 പിന്നെ നോക്കിക്കേ 7, 8, 9 അടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് അല്ലെ. 1, 7, 8, 9. അപ്പൊ ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്. അടുത്തതും ആ സെയിം ഇയർ തന്നെയാണ്, 1789 ഒക്ടോബർ ആണ് കേട്ടോ. ഒക്ടോബർ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. സോ 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. ഇനി അടുത്ത വർഷം നോക്കാം. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. സോ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം 1792 1792. അപ്പൊ ഓക്കെ അല്ലേ അത്രയും പറഞ്ഞ കാര്യങ്ങൾ? 1789 ജൂലൈ 14 ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി നമ്മൾ കണക്കാക്കുന്ന ബാസ്റ്റിൽ ജയിൽ തകർക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവുന്നത്. ദെൻ 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുകയുണ്ടായി. ദെൻ 1789 ഒക്ടോബറിന് പാരീസ് നഗരത്തിലെ ഒരുപാട് സ്ത്രീകൾ തങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് ഒരു പ്രകടനം നടത്തി. അങ്ങനെ 1792 സെപ്റ്റംബറിൽ ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അടുത്ത് നോക്കാം, ഭീകരവാഴ്ച. നോക്കിക്കേ, 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാൻടൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ആരൊക്കെയാണ്? മിറാബോ ഉണ്ട്, അതേപോലെ ഡാൻടൺ ഉണ്ട്. ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൽ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16 ഭാര്യ മേരി ആന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 1793 ജൂലൈയിൽ തുടങ്ങിയിട്ട് 1794 ജൂലൈ വരെ ഈ ഭീകരവാഴ്ച നിലനിന്നു. അതേപോലെ തന്നെ ഇതിൽ വധിക്കപ്പെട്ടവർ ആരൊക്കെയായിരുന്നു? ലൂയി 16 വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആന്റോയിനറ്റും ഒക്കെ ഇതിൽ വധിക്കപ്പെട്ടു. അവസാനം റോബിസ്പിയറും ഈ ഒരു ഗില്ലറ്റിന് ഇരയാവുകയാണ് ചെയ്തത്. ഇനി ഫ്രാൻസിൽ നിന്നും മറ്റിടങ്ങളിലേക്ക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക്ക് പറഞ്ഞ അഭിപ്രായമാണിത്. ആരുടെ അഭിപ്രായമാണ്? മെറ്റേർണിക്കിന്റെ അഭിപ്രായമാണ്. എന്താണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇനി ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം പറയുന്ന കുറച്ച് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഓരോന്നും നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനമായിട്ട് നടന്നതാണ് കേട്ടോ. അതേപോലെ പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഫ്രഞ്ച് വിപ്ലവം ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഓർത്തു വെച്ചോണേ, രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. അടുത്തതോ, ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. പിന്നെയോ, ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ഓർത്ത് വെച്ചേക്കുക. 7 പോയിന്റുകൾ നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത്, നമ്മൾ ശ്രീരംഗപട്ടണ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, സ്വാതന്ത്ര്യത്തിന്റെ മരം അതായത് ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പൊ അതും കൂടി ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും, അതേപോലെ ഈ ഒരു റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും, അതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പൊ നോക്കാം. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു എന്നാണ്. 1799 ഒരു ഏകാധിപതിയായിരുന്നുവെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതു കടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിതയുണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം നെപ്പോളിയൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്ക് കേട്ടോ. അടുത്തത്, നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. സോ നെപ്പോളിയന്റെ കാലഘട്ടത്തിലാണ് ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിപ്പിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനെയല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ വാട്ടർലൂ യുദ്ധം നടന്നത് 1815 എന്ന് ഓർത്തിക്കുക കേട്ടോ. നമുക്ക് നോക്കാനുള്ളത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് അമേരിക്കൻ വിപ്ലവമായിരുന്നു. ദെൻ ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി പഠിച്ചു. അതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. അപ്പോൾ ഓർത്തോണേ, തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ച് പിക്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. ഈ മുകളിൽ തന്നിട്ടുള്ളതാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി പിന്നീട്. ഈ വിവരണത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? വിഭവങ്ങളുടെ സമൃദ്ധി, ചോള കൃഷി ഉണ്ടായിരുന്നു, ചെമ്മരി ആടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിച്ചെന്ന് പരിശോധിക്കാം. സ്പെയിനുകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത് സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ജോസേ ഡി സാൽ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ആരൊക്കെയാണ് ഈ ഒരു കോളനി സ്ഥാപിച്ചത്? സ്പെയിൻകാരും അതേപോലെ പോർച്ചുഗീസുകാരുമാണ്. പിന്നെ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവർക്ക് സ്വാതന്ത്ര്യം, അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് സ്വതന്ത്രമാകാൻ സഹായിച്ചത്? ആരൊക്കെയാണ്? ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് റഷ്യൻ
വിപ്ലവത്തിലേക്ക് വരാം. അപ്പോൾ അവിടെ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാഗം വായിക്കണമെന്നില്ല, പക്ഷേ ഈ ഒരു അമ്മ എന്ന നോവൽ മാക്സിം ഗോർക്കി എഴുതിയതാണ് എന്നുള്ളത് ഓർക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇപ്പോഴൊന്നും അല്ല. 2017 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 19 മറ്റോ നടന്ന ഒരു എക്സാമിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ മാക്സിം ഗോർക്കി എന്ന ലോക പ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരന്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിന്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഇവിടെ നോക്കിക്കേ, തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി? ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. സോ എന്തൊക്കെയാണ്? മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോസ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതും അതാണ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് ആദ്യം രൂപം കൊണ്ടത്. ഇത് പിന്നീട് മെൻഷെവിക്കുകൾ, അതായത് ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം എന്നും രണ്ടായി പിരിഞ്ഞു. അതിൽ ലെനിനും അതേപോലെ ട്രോട്സ്കിയുമാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. എന്നാൽ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു. എന്താണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെച്ചേക്ക് കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ തന്നിട്ട് ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് പരീക്ഷകളിൽ. ഓക്കെ, സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘർഷങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ എന്താണ്? സോവിയറ്റുകൾ എന്നാണ് ഇവ അറിയപ്പെട്ടത്. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. അപ്പൊ ദ്യൂമ എന്ന നിയമ നിർമ്മാണ സഭ. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോകയുദ്ധങ്ങളിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യൻ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. ആരുടെ നേതൃത്വത്തിലാണ്? അലക്സാണ്ടർ കെരൻസ്കി ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. എന്താണ്? ഫെബ്രുവരി വിപ്ലവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതുകൊണ്ട് മാർച്ചിൽ നടന്ന ഈ സംഭവം എന്താണ്? ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നതിന് മുമ്പ് ഇവിടെ 2 ബോക്സുകൾ നമ്മളൊന്ന് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് ഇതാണ്, അതായത് ബാറ്റിൽ ഷിപ്പ് പൊട്ടേംകിൻ. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടേംകിൻ. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. നിശബ്ദ സിനിമയാണ് കേട്ടോ. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി
ഐസൻസ്റ്റീൻ ആണ്. അപ്പോൾ ലോകത്തെ പിടിച്ചു കുലക്കിയ 10 ദിവസം ഇത് എഴുതിയതാരാണ്? ജോൺ റീഡാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്ത നമുക്കിവിടെ ഒരു ബോക്സ് വായിക്കാനുള്ളത് ഈ ഒരു മാർക്സിസം എന്നുള്ള ബോക്സ് ആണ്. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് എന്ത്? മാർക്സിസം എന്നറിയപ്പെടുന്നത്. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കാമെന്നും അവർ ആഹ്വാനം ചെയ്തു. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അടുത്ത താൽക്കാലിക ഗവൺമെന്റിനെ നമ്മൾ പറഞ്ഞു, താൽക്കാലിക ഗവൺമെന്റ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്ക വ്യവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂവെന്നും ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. ആ ആവശ്യങ്ങളൊന്ന് ഓർത്തു വച്ചേക്കണേ. ഒന്ന് എന്താണ്? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, അത് അവർ ഉന്നയിച്ച ഒരു ആവശ്യമാണ്. പിന്നെയോ പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്താക്കി മാറ്റുക, ഇതായിരുന്നു അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ എതിരായി സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം, അതായത് റഷ്യൻ കലണ്ടർ പ്രകാരമാണ് കേട്ടോ. നമ്മൾ മുമ്പ് ഫെബ്രുവരി വിപ്ലവം കണ്ടു, അതേപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ പരിശോധിക്കാം. സോ ഒക്ടോബർ വിപ്ലവം എന്താണ് എന്ന് ഓർത്തേക്ക് കേട്ടോ. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച സംഭവമാണ്. അപ്പോൾ എന്തൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയത് ഈ ഒരു യുദ്ധത്തിന്റെ ഫലമായിട്ടാണ്. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് 1924. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ചൈനീസ് വിപ്ലവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ കറുപ്പ് വ്യാപാരത്തെ പറ്റിയും അതേപോലെ തന്നെ തുറന്ന വാതിൽ നയത്തെ പറ്റിയും പറയുന്നുണ്ട്. അത്ര ഒരു പഠിച്ചു വെക്കേണ്ട കാര്യമല്ല, ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വരിക കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നത് വായിക്കാം. കറുപ്പ് വ്യാപാരം നോക്കാം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്പിൽ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. അടുത്തതാണ് തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ആരാണ് പ്രഖ്യാപിച്ചതെന്നൊന്ന് ഓർത്തു വച്ചേക്കുക. ജോൺ ഹെയ് ആണ് കേട്ടോ. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. ഇനി ഇവിടെ നോക്കാം. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം ഏതാണ്? മഞ്ചു രാജവംശമായിരുന്നു അക്കാലത്ത് ചൈന ഭരിച്ചിരുന്നത്. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടായിരുന്നു ഈ മഞ്ചു രാജവംശം സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900-ൽ കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. സോ ബോക്സർ കലാപം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വച്ചേക്കുക. 1911-ൽ ഡോക്ടർ
സൻയാത് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻയാത് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സൻയാത് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. സോ അദ്ദേഹം പ്രാധാന്യം നൽകിയത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. കണ്ടോ, ഈ 3 ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് എന്നുള്ള കാര്യം ഓർക്കുക. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സൻയാത് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട ഒരു അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സൻയാത് സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഭരണത്തിന്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. പിന്നെ ആരാണ് വന്നത്? ചിയാങ് കൈഷക് ആണ്. അപ്പൊ നോക്കാം, റിപ്പബ്ലിക് ജനകീയമാവുന്നു. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേ തുങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. എന്താണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്? പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേ തുങ്ങും മാറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പുസേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. അപ്പൊ എന്നാണ് ആ ഡേറ്റ്? ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1949 1949 1949 ഒക്ടോബർ 1 ഓർത്ത് വെച്ചോണേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരും കൂടെ ഈ ഒരു എന്താ പറയുക ഫ്ലോ ചാർട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമുക്കറിയാം, ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരെ നടന്നതാണ്. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ ഇവരൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം സ്വച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായിട്ട് നടന്നതാണ്. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്കു ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. അടുത്ത ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണെങ്കിൽ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായിട്ട് നടന്നതാണ്. ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബോളിവർ, ജോസേ ഡിസാൻ മാർട്ടിൻ ഇത്രയും ആളുകളാണ് ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെയുള്ളത് റഷ്യൻ വിപ്ലവമാണ്. രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്നതാണ്. കെരൻസ്കി, ലെനിൻ, ട്രോട്സ്കി ഒക്കെയാണ് ഇതിൻ്റെ നേതാക്കളായിട്ട് വരുന്നത്. ദെൻ ചൈനീസ് വിപ്ലവമാണ്. സൻയാത് സെന്നും മാവോ സെത്തുങ്കുമാണ് അവിടെ പഠിക്കേണ്ടത്. വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ജു രാജവാഴ്ചയ്ക്കെതിരെയും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 22/2024 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. പിന്നെ വരുന്നതോ ഫ്രഞ്ച് വിപ്ലവം, അതേപോലെ ലാസ്റ്റ് റഷ്യൻ വിപ്ലവം. നമ്മൾ ഈ SCERT പാഠം ആ ഒരു ഓർഡറിൽ പഠിക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ചൈനീസ് വിപ്ലവത്തിനെ പറ്റി പഠിച്ചല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നാലാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അതായത് മാവോ സേതുങ്ങിന് ശേഷം ഹുവ ഗുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ പാഠപുസ്തകം വായിച്ചാൽ തന്നെ കിട്ടും. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് എന്നാണ്, നമ്മൾ ആ ഡേറ്റ് എടുത്ത് പറഞ്ഞാണ്, 1949 ഒക്ടോബർ 1 പറഞ്ഞു അല്ലെ. അതേപോലെ യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ്ങാണ്. ഇത് മൂന്നും എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചൈനയെ ആധുനീകരിക്കാൻ സൻയാത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് തന്നിട്ടുള്ളത് എല്ലാം ശരിയാ. എന്താണ്, മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, നമ്മൾ കണ്ടതാണ് അല്ലെ. അതേപോലെ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, പിന്നെയോ മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. സോ ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ഇത് ബേസ് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ പഠിച്ച് ബേസ് ചെയ്തിട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ബോസ്റ്റൺ ടീ പാർട്ടി, നമ്മൾ പറഞ്ഞല്ലേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ് അല്ലെ. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി, അതിനുശേഷം എന്താ നടക്കുന്നത്, യെസ്, 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. പിന്നെ 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇവിടെ പറയുന്നില്ല അല്ലെ. പിന്നെ അതിനുശേഷം എന്താണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതിനുശേഷമാണ് പാരീസ് ഉടമ്പടി നടക്കുന്നത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആദ്യം നടക്കുന്നത് ഏതാണ്, ആദ്യം നടക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി, ദെൻ ഇവിടെ തന്നിട്ടുള്ളതിൽ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതേപോലെ പാരീസ് ഉടമ്പടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ്. അതായത് എന്താണ്, കുമിന്താങ് പാർട്ടി, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതേപോലെ തന്നെ ഫലാങ് പാർട്ടി, ഇത് രണ്ടും എന്താണ്, റഷ്യൻ വിപ്ലവത്തിൽ പെടുന്നതല്ല. ബാക്കി ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയും എന്താണ്, റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നാമത് വരുന്നത് സി, അതായത് എന്താ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മൾ പഠിച്ചു, തോമസ് പെയിൻ അല്ലെ. അതേപോലെ അടുത്തത് ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലോ വോൾട്ടെയർ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണെങ്കിൽ സൈമൺ ബോളിവർ, റഷ്യൻ വിപ്ലവമാണെങ്കിൽ ഏതാണ്, റഷ്യൻ വിപ്ലവമാണെങ്കിൽ ട്രോട്സ്കി ആണ്. ഇത് നമ്മൾ ഈ ഒരു ലാസ്റ്റ് കണ്ട ഈ ഒരു എന്താ പറയുക ഫ്ലോ ചാർട്ട് അറിയാമെങ്കിൽ തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ആണ് ശരിയല്ലാത്തത്. സോ എന്താണ് ശരിയായിട്ടുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഒന്നാമത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ അതേപോലെ മൂന്നാമത്തെ പ്രസ്താവന 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു എന്നുള്ളതും ശരിയാണ്. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് 1949 എന്നുള്ള പ്രസ്താവനയും തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, പിന്നെ അതിനുശേഷം എന്താണ്, ലോങ് മാർച്ച് നടക്കുന്നു, പിന്നെ അടുത്തതായിട്ട് വരുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ജപ്പാന്റെ ചൈന ആക്രമണം ലാസ്റ്റ് വരുന്നതാണ് മഹത്തായ സാംസ്കാരിക വിപ്ലവം. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
അടുത്തത് അടുത്തത് ഇവിടുത്തെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇതൊക്കെ SCRTയിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നതാണ് അല്ലെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മാവോ സതുങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും കൂടെ ജോയിൻ ആവുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.